ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് 23-ാം രാവാണ്. ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി എല്ലാവരും ഒന്ന് ഇരുന്നോളെ. കുറച്ച് സമയം സാധാരണത്തിൽ കവിഞ്ഞ് ഒരു പക്ഷേ ഒരല്പം സമയം നീട്ടും. കാരണം മിക്കവാറും ആളുകൾ ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങിയിരിക്കും. ഒരുപാട് മഹാന്മാരുടെ വിലപ്പെട്ട അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദർ 23-ാം രാവിനാണ്. മദ്ഹബിന്റെ ഇമാമുകളിൽ പോലും പലർക്കും അഭിപ്രായമാണ്. ചില സൂഫിയാക്കൾ തർപ്പിച്ച് പറയുന്നുണ്ട് 23-ാം രാവിനാണ്. കാരണം അവരുടെ ന്യായം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടിയിട്ട് പിന്നെ 23 കൊല്ലാണ്ടായത്. കണ്ടുകൊടുത്ത് നോക്കാം നിങ്ങൾ. നുബൂവത്ത് കിട്ടിയിട്ട് ഭൂമിയിൽ പിന്നെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത് 23 കൊല്ലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സംശയമില്ല 23-ാം രാവിനാണ് എന്ന് സൂഫിയാക്കളിൽ പലരും പറയുന്നുണ്ട്. അതൊക്കെയാണ് ശരിയെങ്കിൽ ഇന്ന് ലൈലത്തുൽ ഖദറാണ്. വല്ലാഹു അലം ബിസ്സവാബ്. അതാണ് ശരിയെങ്കിൽ ഇന്ന് ലൈലത്തുൽ ഖദറാണ്. അപ്പോ ഈ രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് ഈ ഇരുത്തം. ഇതിന്റെ മേലെ അമലില്ല. ഇതന്നെയാണ് വലിയ അമല്. ഇൽമു അടിക്കാൻ വേണ്ടി ഇരിക്കുക, ഇൽമു പറയാന്നുള്ള. അതിന്റെ മേലെ നീ അമലില്ല. ഇതിന്റെ മേലൊരു അമൽ ഇന്നില്ല. ഈ ലൈലത്തുൽ ഖദർ തന്നെ അള്ളാഹ് അന്ന് എന്തിനാ അറിയങ്ങള് മുമ്പ് മലക്കുകൾ അള്ളഹാനോട് വെച്ചിട്ടുണ്ട്, രക്തം ചിന്തുകയും പടവെട്ടുകയും സംഘർഷ സംഘട്ടനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗത്തിന് പ്രതിനിധികളായിട്ട് കൊണ്ടുവരണോ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന്. അന്ന് അള്ളാഹു തആല ഇന്നി ആലമു മാലാ തഅലമു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ അതിന്റെ പ്രാക്ടിക്കൽ സ്വഭാവം കാണിച്ചു കൊടുക്കണേ ലൈലത്തുൽ ഖദറിനാണ്. തനസ്സലുൽ മലായിക്കത്തു എന്ന് സൂറത്തുൽ ഖദറിലുണ്ട്. അതിലൊരഭിപ്രായം അന്ന് ചോദിച്ച മലക്കുകളാണ് ഇറങ്ങിയിരുന്നത്. എന്ത് ചോദിച്ച മലക്കുകള്? അത് ഞങ്ങളെ ഈ ഉണ്ടായിരിക്കുമ്പോഴല്ലേ നമ്മളെ വലിയ പ്രശ്നമാണ്. എന്ത് ചോദിച്ച മലക്കുകള്? എന്തിനാണ് അങ്ങനത്തെ ഒരു വിഭാഗത്തിനെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചില്ലേ? തനസ്സലുൽ മലായിക്കത്തു. ആ മലക്കുകളൊക്കെയാണ് ഇപ്പൊ ഇന്ന് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിന്. എന്തേ? അള്ളാഹ് അന്ന് പറഞ്ഞത് ഇന്നി ആലവും മാലാ തഅലമു എന്നാ. അത് അവർക്ക് തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പള്ളിയിൽ ഇങ്ങനെ ഇരിക്കണ നമ്മളൊക്കെ നോക്കിയിട്ട് അള്ളാഹ് പറയും, ഇവരെ കുറിച്ചാണ് അന്ന് നിങ്ങളാ ചോദിച്ചത്. രക്തം ചിന്തുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെയാണോ ഈ ഭൂമിക്ക് കൊണ്ടുവരുന്നത്? അപ്പൊ ഇഅ്തികാഫ് നിയ്യത്തിൽ ഇങ്ങനെ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് മലക്കുകൾ വരും, ചോദിക്കണ്ടേ ഉണ്ടായിരുന്നില്ല മുമ്പ്. ഇനിയിപ്പൊ ഒന്ന് കുത്തിത്തിരിപ്പും പ്രശ്നം ഉണ്ടാക്കിയാലോ മലക്കുകൾ വരും, ഈ അമക്കുകളെ കുറിച്ച് തന്നെയാണ് അന്ന്. അല്ല, അതുകൊണ്ട് ആ മലക്കുകളെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കണ്ടേ നമ്മളാണ്. അപ്പൊ ഇന്നെങ്കിലും ഒന്ന് മര്യാദ, ഇന്നെങ്കിലും ഒന്ന് മര്യാദക്ക് നിൽക്കുക. ഇനി തൊള്ള അടക്കി വെക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ടാവും. എന്താണെങ്കിലും ഇതും കൊണ്ട് അടക്കി വെക്കാൻ പറ്റില്ല. ഓലോട് അള്ളാനെ കരുതിട്ട് ഞാൻ ഒരു കാര്യം പറയാണ്. നിങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ എന്ത് ചെയ്യാ? ഇശ നിസ്കരിച്ച് ഉടനാണ്ട് ഉറങ്ങുക. പിന്നെ നീക്കണ്ട. പിന്നെ നിങ്ങൾ എപ്പോ നീച്ചാൽ മതി? സുബീക്ക് നീച്ചാൽ മതി. ആര് എന്താണെങ്കിലും ഈ സാധനം അടക്കി വെക്കാൻ പറ്റാത്ത കുറച്ച് അടക്കക്കാരുണ്ടാവും. ഓലിക്കിഞ്ഞിപ്പോ എന്തായിട്ടും കാര്യമില്ല, ഈ സാധനം അടക്കാൻ കഴിയില്ല. അതിങ്ങനെ ഈ കാക്കക്കൂട്ടില് കല്ലിട്ടാൻ വരണത്. നല്ലതിനാണെങ്കിൽ തരക്കടില്ല, ഉള്ള ഭിത്തിനും പ്രസാദം മുഴുവൻ പറഞ്ഞു. അങ്ങനത്തെവർക്ക് ചില മഹാന്മാർ കിതാബിൽ എഴുതിയ തന്നെയാണ് ഞാൻ പറയുന്നത്. ഓലിക്ക് ഏറ്റവും നല്ലത് ഫർള് നിസ്കരിച്ചിട്ട് സുന്നത്തുമ്മ കൂടി തിരിയണ്ട. കാരണം അതിന്റെ ഇടയിൽ ഹറാമ് പറയും. വേഗാണ്ട് പറഞ്ഞ എന്നിട്ട് സുബീക്ക് എണീച്ചാ മതി. എന്നാ പിന്നെ ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്തില്ലാന്നേ വരുള്ളൂ. ദോഷം ചെയ്തിട്ട് ഹലാക്കിൽ വീഴൂലല്ലോ. അതാണ് മഹാന്മാരെ കണ്ടുപിടുത്തം. ഇബാദത്ത് ചെയ്യാതിരുന്നാൽ ആ ഭാഗ്യം നഷ്ടപ്പെടുകയേ ചെയ്യുള്ളൂ, അപകടത്തിൽ വീഴൂല. കച്ചവടം തുടങ്ങി പൊളിഞ്ഞാല് അതിനേക്കാളും നല്ലത് തുടങ്ങാതിരിക്കല്ലേ. ഒരു പെണ്ണിന് വിവാഹം കഴിച്ചു എന്നിട്ട് തലാക്കില്ല, അതിനേക്കാളും നല്ലത് നേരത്തെ കഴിക്കാതിരിക്കല്ലേ. നേരത്തെ കഴിക്കാതിരുന്ന പ്രശ്നമില്ല, അത് കിട്ടിയില്ല എന്നുള്ളൂ. കഴിച്ചിങ്ങാണ്ട് കുളത്തിലാക്കിയാൽ അത് ബുദ്ധിമുട്ടല്ലേ. എന്ന പോലെ ലൈലത്തുൽ ഖദറിൽ ഉണർന്നിക്കുമ്പോ ഇബാദത്ത് ചെയ്തില്ല, അപ്പൊ ഇബാദത്ത് ചെയ്യാത്ത ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂലി ഉണ്ടാവില്ല. നേരെ മറിച്ച് ഉണർന്നിട്ട് ഗീബത്തും കളവും പറഞ്ഞാലോ പിന്നെ ലൈലത്തുൽ ഖദർ തിരിഞ്ഞു കൊത്തും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു ഒന്നുകിൽ നാവ് പിടിച്ചേക്കാൾ എന്തെങ്കിലും സംവിധാനം ഒരുക്കുക, ഒന്നുകിൽ ഒരു മുളകെടുത്തിട്ട് ഇതിന്റെ അടിയിൽ വെക്കുക.
അത് സുബീക്ക് എടുത്തിട്ടാ മതി. ഉണ്ടാവും അങ്ങനല്ലേ? പണ്ടൊരു ഉമ്മാമ പനി നോക്കാൻ വേണ്ടി ഡോക്ടറെ എടുത്ത് വന്നു. അപ്പൊ ഇത് തുടങ്ങി വന്നിരുന്നേക്ക സംസാരം ചില ഡോക്ടർമാർക്ക് ഒന്നും ഇഷ്ടമല്ല, ആ കാര്യം മാത്രം പറയാനേ പറ്റുള്ളൂ. ഡീസനുള്ള ആളുകളൊക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഉമ്മേ തൊള്ളന്ന് തുറന്നാണ് പനിയോ നോക്കാനാന്ന്. തൊള്ളയിൽ അതാണ്ട് വെച്ചതാ, പിന്നെ ഡോക്ടറോട്ട് എടുക്കണില്ല. അപ്പൊ നേഴ്സ് വന്നാണ്ട് പറഞ്ഞു, സാറേ ഇത് എടുക്കാൻ സമയിക്കണം, ഉണ്ടായിരിക്കാൻ എടുത്താ പിന്നെ സംസാരം തുടങ്ങുമെന്ന് പറഞ്ഞു. കുറച്ചു നേരം അവിടെ നോട്ടേ പറഞ്ഞു. അപ്പൊ ശല്യം കൊണ്ട് വെച്ചാണ് പോയി എന്ന് പറഞ്ഞാല് നമ്മളെന്നെ എന്ത് ചെയ്യാ? സിദ്ദീഖ് റളിയല്ലാഹു വരെ തൊള്ളയില് കല്ല് വെച്ചിരുന്ന ചരിത്രത്തിലുണ്ട്. സിദ്ദീഖ് എന്നവർ, അവര് സംസാരിക്കുന്ന ആളല്ലല്ലോ, അവരിങ്ങനെ കളകളാന്ന് പറഞ്ഞ ആളാ അല്ല. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയല്ല, മിക്കവാറും ദിവസം പൊരയിന്ന് ഇറങ്ങിയ തൊള്ളയിൽ നിന്ന് ഒരു കല്ലെടുത്തിട്ട് തൊള്ളന്റെ അടിയിൽ വെക്കും. എന്നിട്ടാണ് മദീന അങ്ങാടിക്ക് പോവുക. ആളുകൾ വയ്ക്കും, സിദ്ദീഖ് എന്നവരെ എന്തിനാണ് വായിൽ കല്ല് വെച്ചിട്ട് വരുന്നത്, അറിയാതെ വല്ലതും പറയണ്ടെന്ന് പേടിച്ചിട്ടാണ് എന്ന് പറയും. ആ അടിസ്ഥാനത്തിലൊക്കെ ഞങ്ങളൊക്കെ ഇപ്പൊ എത്ര കല്ല് വെക്കണം? എല്ലാം ഞങ്ങൾ വെക്കാണ്, ലോഡ് കല്ലിറക്കിയാ തയ്യപ്പോ നമുക്ക്. അപ്പോ ഒന്നും ഉണ്ടാതിരിക്കുക ലൈലത്തുൽ ഖദർ ആണെന്നുള്ളൊരു 23, 25, 27, 29 ഈ 4 രാവിലെങ്കിലും ഈമാൻ കളയരുത്. മുണ്ട് ആണെങ്കിൽ ഇൽമ, അല്ലെങ്കിലോ പഞ്ഞെങ്കിലും വെക്കുക. ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിനായപ്പോ ഞാൻ അവിടെ എത്തിയപ്പോ അവിടെ ഭയങ്കര ഓട്ടം ബഹളൊക്കെ കൂടി, കാരണം കറണ്ട് പോയതാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ പെണ്ണുങ്ങളെ ഭാഗത്ത് ഭയങ്കര ശബ്ദം. ഞാൻ കുറച്ചിങ്ങനെ താടിക്ക് കൈയോടുത്തിരുന്നു. കറണ്ട് വന്ന് മൈക്കൊക്കെ ഓണായി ഞാൻ സംസാരം തുടങ്ങിയപ്പോ എന്റെ വിഷയം തന്നെ അതാക്കി മാറ്റി, പെണ്ണുങ്ങളെ സംസാരം. അതിന് 3-4 ഹദീസും വിഷയമൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഇറ്റിങ്ങൾ മുണ്ടന്നില്ല, പിന്നെ ആമി എടുക്കണില്ല, അല്ല ദ്വാരക്കുമ്പോ ആമി എടുക്കണില്ല, ഒറ്റ പൂട്ടല്ല. ഞാൻ പറഞ്ഞു, നോമ്പറക്കുമ്പോഴേലും നിങ്ങൾ തൊള്ളവർക്കുമല്ല. അല്ല, അവര് സംഗതിയിൽ പോലെ പേടിച്ചതാണ്. അയാദിയ ഡയലോഗാ ഞാൻ അടിച്ചത്. അപ്പൊ ഓൽക്കൊന്നും ഇനിയിപ്പോ തൊള്ള തുറക്കണ്ടെന്ന് തോന്നി. അങ്ങനെ പിന്നെ ആ സദസ്സിന് പിരിനേരെ ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു, ഒറ്റൊന്നും തൊള്ളറില്ലാന്ന് സംഘാടകർ പറഞ്ഞു. ഒറ്റ പൂട്ടലാണ് സംഗതിയിൽ. ചില ഡോസൊക്കെ അങ്ങനെ കൊടുത്താലും ശരിയാവുള്ളൂ, എന്നാ പിന്നെ പൂട്ടീന്നല്ലാവുള്ളൂ, മുണ്ടീനായില്ല. ചിലർക്ക് ഇത് തന്നെയാണ് പണി, ഇത് പറഞ്ഞാ പോ തീരൂല, ഒന്ന് കഴിഞ്ഞാൽ മറ്റേത്, അത് കഴിഞ്ഞത് ഇറ്റിങ്ങളെ മേറ്റോട്ട് തീരൂല. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് മഹാന്മാർ പറഞ്ഞതന്നെ എന്താണ്? ലൈലത്തുൽ ഖദർ അടയാളം കൊണ്ട് ബോധ്യപ്പെട്ടാൽ അവർക്ക് ആഖിറത്തിന് ഏറ്റവും നല്ലത് പെട്ടെന്ന് കിടന്നുറങ്ങലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കിടന്നുറങ്ങാനോ? അല്ല, ഇപ്പൊ എന്തിനാ നിങ്ങൾ ആമീൻ പറഞ്ഞേ? അല്ല, അതൊന്നും ഇപ്പൊ എനിക്ക് അറിയണല്ലോ, എന്തിനാ നിങ്ങൾ ആമീൻ പറഞ്ഞത്? അല്ല, വലിയ ഇഖ്ലാസിൽ മഖ്റജ് ചോദിച്ചിട്ട് ആമീന്ന് പറഞ്ഞാലേ എന്തിനാന്നപ്പോ ഞാൻ ചോദിച്ചത്? കിടന്നുറങ്ങാനോ? നമ്മളുറങ്ങണ്ട. നമ്മളൊക്കെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ സംസാരിക്കണ ഇൽമിയ ചർച്ചയല്ലേ. ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോ മമ്മൂട്ടിയൊക്കെ എന്തെങ്കിലും സംസാരിച്ചിട്ട് മിക്കവാറും ഇൽമിയ മസലയായിരിക്കും. അല്ല, അങ്ങനെ നമ്മളൊക്കെ ഇപ്പൊ സംസാരം എന്ന് പറഞ്ഞാൽ ഇൽമിയ സംസാരല്ലേ, അതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഈ പിത്തിനും പ്രസാദും പറഞ്ഞതാണ്, അങ്ങനത്തെവർക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇൽമിയ ചർച്ച നടത്തുന്ന ആൾക്കാർക്കല്ല. മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് നൽകല്ലേ. സത്യത്തില് എന്താ പങ്ങളെ ലൈലത്തുൽ ഖദർ എന്നാണ് മനസ്സിലാക്കിയത്? ആ ഭയങ്കര സംഭവമാണ്. ഭയങ്കര എന്നാണ്, ഭയങ്കര സംഭവമാണ്. എന്നാന്ന് അവിടെ ഇരിക്കട്ടെ. എന്നാന്നിപ്പോ ഏതായാലും ഇപ്പൊ ഇന്നിപ്പോ നമ്മളിപ്പോ മഗ്‌രിബ് ഇശാ നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് ഇനിയിപ്പോ സുബഹിക്കും ജമാഅത്തിനും ഒന്ന് പങ്കെടുത്താൽ മുണ്ടണ്ട. ചില മഹാന്മാരുടെ അഭിപ്രായത്തിൽ ലൈലത്തുൽ ഖദർ കിട്ടി. കാരണം ഇശാ തറാവീഹ് നിസ്കരിക്കുന്നതോടുകൂടി രാത്രി പകുതി വരെ ഇബാദത്ത് ചെയ്ത കൂലിയായി. സുബഹി നിസ്കരിക്കലോടുകൂടി അവിടുത്തെ ആ പകുതി മുതൽ അപ്പുറം വരെ ഇപ്പൊ നല്ലൊരു മസാല കിട്ടിയില്ല നിങ്ങൾക്ക് അമൽ ചെയ്യാൻ. അതുകൊണ്ട് ഇനിയുള്ള രാത്രിയിൽ ഒരു കാര്യം ഞാൻ പറയാണ്, മഗ്‌രിബ്, ഇശാ, തറാവീഹ്, സുബ്ഹി ഇത് കളയണ്ട. രാത്രി ഹയാത്താക്കൽ അതൊക്കെ വലിയ ഭാഗ്യവാന്മാര് നടത്തും, ഇന്നും നടത്തുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഈ 4 കാര്യം ശ്രദ്ധിച്ചോളി, അവർക്കും ലൈലത്തുൽ ഖദറിന്റെ വലിയൊരു ഹള്ളുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിലെങ്കിലും അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. പോരാ, ഒറ്റട്ട രാവിലെങ്കിലും ഒന്ന് ഹയാത്താക്കാൻ അള്ളാഹു തൗഫീഖും ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനി ഇവിടെ എന്തിനാ ഇപ്പൊ 27 രാവിലെ സംഘടിപ്പിക്കണമെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. അതിനർത്ഥമുണ്ട്. ലൈലത്തുൽ ഖദർ എന്നുള്ള ആ വാക്കുണ്ടല്ലോ, അന്ന് കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ 9 അക്ഷരം ഉള്ളത്. എത്ര അക്ഷരം? 9 അക്ഷരം. ഇത് സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ സൂറത്തിൽ 3 വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. 3 9 എത്ര? 20
അങ്ങനൊക്കെ ഓരോ കണ്ടുപിടുത്തണ്ടേ. നമ്മളെ കണ്ടുപിടുത്തന്നില്ല, ഇബ്നു അബ്ബാസ് തന്നെ കണ്ടുപിടുത്താണ്, ഞാൻ ഉദ്ദേശിച്ചെന്ന് മാത്രം. സൂറത്തുൽ ഖദറിൽ 30 വാക്കുകളുണ്ട്, 30 പ്രയോഗങ്ങൾ, വേർഡ്സ് 30 എണ്ണാണ്. അതിൽ ലൈലത്തുൽ ഖദറിനെ ധോദിപ്പിക്കുന്ന ഹിയ, സലാമുൻ ഹിയ എന്നുള്ളത്, സലാമുൻ ഹി എന്ന് പറയില്ല, ആ ഹിയ, അത് 27ാമത്തെ വാക്കാണ്. ഹിയ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് 27ാമത്തെ വാക്കാണ്. ഇത് കൊടുത്തിട്ട് മഹാനവറുകളടക്കം ഒരുപാട് സ്വഹാബാക്കളും പിൽക്കാലത്ത് വന്ന ഉലമാവും പറയുന്നു 27ാം രാവിനാണ് എന്നതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പക്ഷെ ഉറപ്പിക്കാൻ പറ്റൂല. 21ാം രാവ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, 23-ന് ഉറപ്പിച്ച് പറഞ്ഞ ആളുകളുണ്ട്, 25-ന് തറപ്പിച്ച് പറഞ്ഞ ആളുകളുണ്ട്, 27-നാണ് എന്നതിൽ സംശയമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, 29-നാണ് എന്ന് എഴുതി വെച്ച മഹാന്മാരുണ്ട്. അപ്പൊ ഈ രാവുകളൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഥവാ 29-നാണെങ്കിൽ ഇന്ന് ഈ ഉമ്മത്തിൽ എത്ര ആൾക്കപ്പ ലൈലത്തുൽ ഖദർ കിട്ടുക? അഥവാ 29-നാണെങ്കിൽ, കാരണം നമ്മളെ അഭിപ്രായത്തിൽ 27 കഴിഞ്ഞാല് നോമ്പന്നെ കഴിഞ്ഞ്, അറഫ കഴിഞ്ഞാൽ ഹജ്ജും കഴിഞ്ഞ്. നമ്മളങ്ങനെ അറഫാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് കഴിഞ്ഞ്, പിന്നെ സിസർ വലി പോകാം, പിന്നെ വീടി വലി, പിന്നെ ഐബത്ത് നമീമത്ത്, പിന്നെ മൊബൈൽ തുറന്നിട്ട് കോമഡി കാണാം. അറഫ കഴിഞ്ഞിട്ട് മിനായിലായിരിക്കും എടുക്കണ്, അവിടുന്ന് കുത്തിത്തിരിപ്പുണ്ടാവും. കാരണം ഹജ്ജ് കഴിഞ്ഞ് സ്വർഗം കിട്ടി. അറഫ കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞ്, 26 കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞ്. ഇങ്ങനെയപ്പോ നമ്മള് വെക്കും. 29-ാം രാവുണ്ടല്ലോ, അത് കളയണ്ട, അതിൽ ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യത ഉണ്ട്. ഇനി ഞാൻ വിദൂരമായൊരു അഭിപ്രായം പറയാം. റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യത ഉണ്ടെന്ന് കിതാബിലുണ്ട്. ആ കിതാബ് ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ റൂമിലുണ്ട് ആ കിതാബ്. അതിൽ ചില ഒറ്റപ്പെട്ട ആളുകൾ പറയണത് റമദാൻ അല്ലാത്ത മാസത്തിൽ ലൈലത്തുൽ ഖദർ ആവാം. അതിന് അവര് ന്യായം പറയണത് ചില ഇമാമിയങ്ങളെ ഉദ്ധരിച്ചിട്ട്. അവര് പറയുന്നുണ്ട്, ഒരു ഭർത്താവ് ഒരു പെണ്ണിനോട് പറഞ്ഞു നോക്കുക, ലൈലത്തുൽ ഖദർ ആയാൽ അന്ന് നീ തൊലാക്കല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാൽ അവളെ തൊലാക്ക് സംഭവമാണെങ്കിൽ 1 കൊല്ലം കാത്തിരിക്കണം എന്നാണ്. റമദാൻ കഴിഞ്ഞാൽ പോരാ. ലൈലത്തുൽ ഖദർ റമദാനിലാണെന്ന് ഉറപ്പാണെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ തന്നെ അന്യ പെണ്ണാവൂലേ? ഒരു പറഞ്ഞ അങ്ങനെയല്ല, ഒരു കൊല്ലം മൊത്തം കാത്തിരിക്കണം. 1 കൊല്ലം കഴിഞ്ഞാലേ ആ തൊലാക്ക് സംഭവിക്കുള്ളൂ. കാരണം അതിന്റെ ഇടയിലേ ലൈലത്തുൽ ഖദർ വരുള്ളൂ. അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, പ്രബല അഭിപ്രായം ഒന്നുമല്ല. ഭൂരിഭാഗം മണ്ഡന്മാരും ജുംഹൂർ എന്നാണ് കിതാബിൽ, ഭൂരിഭാഗം മണ്ഡന്മാരും പറയുന്നത് റമദാനിലാണ്. അതിൽ തന്നെ ഏറെക്കുറെ അവസാനത്തെ 10-ലാണ്, അതിൽ തന്നെ ഏറെക്കുറെ ഒറ്റയിട്ട രാവിലാണ്. അവസാനത്തെ 10-ൽ നിങ്ങൾ അതിനെ പരതുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതിൽ ഒരഭിപ്രായമാണ് 23 എങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഈ രാത്രിയാണ്. ഈ രാത്രിയാണ് തനസ്സലുൽ മലായികത്തു വാണിന്നൂരായിരുന്നു എനിക്ക് വാത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് അർത്ഥം വെച്ചപ്പോഴേക്ക് 2.5 മണിക്കൂറായി. ഇതിന് ഞാൻ അവിടെ അർത്ഥം വെച്ചിട്ടില്ല. അപ്പൊ അവരിൽ കുറെ ആൾക്കാർ എന്നോട് വിളിച്ചു പറഞ്ഞ്, തനസ്സലുൽ മലായികത്തു റൂഹു ഇനി എവിടെ അർത്ഥം വെക്കണേ, ഞങ്ങൾക്കൊന്നും അവിടെ വരാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ ഇന്നിന്റെ പള്ളിയിൽ കുറച്ച് അർത്ഥം വെച്ചാൽ ഞങ്ങൾ യൂട്യൂബ് കേട്ടോളി എന്ന് പറഞ്ഞു. അപ്പൊ ഓൽക്കും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ അർത്ഥം വെക്കണത്. അവിടെ ഇന്നാന്നുള്ളതിന് അർത്ഥം വെച്ചപ്പോഴേക്ക് 30 മിനിറ്റായി. അൻസലിക്കാണ്ട് കയറാൻ കഴിയല്ലേ എനിക്ക്. ഞാനാണ്ട് കുത്തി കയറ്റിയതാ വണ്ടി. അതാണ് ഖുർആന്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ചടി ഭാഷ മനപ്പാടാക്കിയിട്ട് ഛർദ്ദിച്ചിട്ട് ഇപ്പൊ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ളതല്ല. ഖുർആന്റെ ഉള്ളിൽ കണ്ട് ഇറങ്ങിയാലേ മുത്തു വാരാൻ കഴിയുള്ളൂ. പുറത്തു കൂടി ഇങ്ങനെ പോയാൽ കുറച്ച് പുല്ലേറ്റ് നടക്കാതെ തന്നെ ആൾക്കാർക്ക് അല്പം അത് മതിയാവും. അവർക്ക് കുറച്ച് സാഹിത്യം ഒടിച്ചെത്ത അന്താരാഷ്ട്ര പ്രഭാഷകനാവും. അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഇന്ന് മുത്തു വാരാൻ കഴിയും. ഞാൻ അത് തൊടുന്നില്ല. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, അതും ഞാൻ പരാമർശിക്കുന്നില്ല. തനസ്സലുൽ മലായിക, അന്ന് മലക്കുകൾ ഇറങ്ങുന്നതാണ്.
ഒരഭിപ്രായ പ്രകാരം വന്നിറങ്ങുന്ന മലക്കുകള് മുഴുവൻ മലക്കുകളുമാണ്. മറ്റൊരഭിപ്രായ പ്രകാരം മനുഷ്യനെ കൊണ്ടുവരാനുള്ള പ്ലാന് പടച്ചവൻ മുശാവറ ചെയ്തപ്പോൾ നീ എന്തിനാണ് അങ്ങനെ ഒരു വിഭാഗത്തെ കൊണ്ടുവരുന്നു എന്ന് വിശദീകരണം ചോദിച്ച മലക്കുകളോ വേറെ ഒരു അഭിപ്രായ പ്രകാരോ സിദ്റത്തുൽ മുൻതായ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. അവരുടെ എണ്ണം അല്ലാഹുക്കല്ലാതെ അറിയൂല. ജിബ്രീലെങ്ങാനും അവരുടെ സദസ്സിലെത്തിയാൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്ഥലോ അവരുടെ സെന്ററിലാണ്, വസ്തിലാണെന്ന് കിതാബിൽ കാണാം. അവിടെ പൊതിഞ്ഞു നിൽക്കുന്ന മലക്കുകളുടെ എണ്ണം പടച്ചവനല്ലാതെ അറിയൂല. തനസ്സലുൽ മലായിക ലൈലത്തുൽ ഖദറിൽ ഇറങ്ങുന്നത് ആ മലക്കുകളാണ്. പിന്നെ റൂഹ് എന്ന് പറഞ്ഞു. എന്താണ് ആ റൂഹ്? ആ റൂഹ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഐറ്റം മലക്കുകളാണ്. അവരെ പേര് റൂഹ് എന്നാണ്. അവര് ലൈലത്തുൽ ഖദറിലല്ലാതെ ഇറങ്ങൂല എന്ന് മുഹമ്മദ് മുസ്തഫ. അവര് ലൈലത്തുൽ ഖദറിൽ മാത്രമേ ഇറങ്ങുള്ളൂ. അവര് ഇറങ്ങുന്നതും പോകുന്നതും മലക്കുകൾ തന്നെ അവരെ അന്നേ അറിയുള്ളൂ, കാണുള്ളൂ. അലമു ഉമ്മത്ത സയ്യിദുനാ മുഹമ്മദ്. അങ്ങനത്തെ ഒരു ഐറ്റം മലക്കുകളാണ് അർറൂഹ്. അല്ലെങ്കിലും അർറൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പ്രത്യേക റഹ്മത്താണ്. ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. അള്ളാന്റെ റൗഹ് അത് തന്നെയാണ് ഈ പറഞ്ഞത്. ആ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശയാവണ്ട എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ആരെയും നിരാശയാക്കാത്ത, ആരെയും നിരാശരാക്കാത്ത സ്പെഷ്യലായ റഹ്മത്തിന്റെ ഗിഫ്റ്റ് ഈ നൈറ്റിൽ, ഇങ്ങനെയുള്ള ലൈലത്തുൽ ഖദറിന്റെ നൈറ്റില് ഈ ഉമ്മത്തിന് സമ്മാനമായി പടച്ചവൻ ഇറക്കുന്നതാണ്. ആ റഹ്മത്ത് ഇറങ്ങുന്നതാണ്. അതാണ് അർറൂഹ് എന്നതിന്റെ പൊരുളി എന്ന് ചില കിതാബിൽ കാണാം. എന്നാൽ വേറെ ചില കിതാബിൽ കാണാം റൂഹ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഈസാ നബി ഇപ്പോൾ ഉള്ളത് ആകാശത്താണല്ലോ, നിങ്ങൾക്കറിയാം. ഈസാ നബിയുടെ ഒരു പേരാണ് റൂഹുല്ലാഹ് എന്നത്. ആ റൂഹ് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയില് സാക്ഷാൽ റൂഹുല്ലാഹ് ഈസാ ഉമ്മത്ത് മുഹമ്മദിന്റെ വിശേഷം അറിയാൻ ഇറങ്ങി വരുന്നതാണ്. വഅലമു ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് സ്വലവാതി അലാ നബി വസലമി وهو خير الأنام بدر التمام السلام عليك زين الأنبياء السلام عليك عاتق الأتقياء ഒന്ന് ചൊല്ലിക്കോൾ അല്ലാഹു 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 അല്ലാഹു. ഇന്നല്ലെങ്കിൽ എന്നാ നമ്മള് വിളിക്കുക? നേരം കണ്ടോ? എന്നാ ഒന്ന് രണ്ട് അഭിപ്രായങ്ങളും കൂടി പറയാം. അറൂഹ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അഭിപ്രായ പ്രകാരം സ്വർഗത്തിലെത്തിയ മോമിനിയങ്ങൾക്ക് ചായയും പാത്രം, കോപ്പയും പാനപാത്രം, ജ്യൂസും കൊടുക്കുന്ന കുറെ കുട്ടികളുണ്ട്. അവരെല്ലാരും കൂടി ഇറങ്ങി വരും. അതാണ് അറൂഹ്. അവര് ഇറങ്ങി എന്നിട്ട് നമ്മളെ കൈ തൊട്ടാ നമുക്ക് നാളെ അവര് ജ്യൂസ് തരും എന്ന് ഉറപ്പാണ്. കാരണം സ്വർഗത്തിലുള്ള ഖാദിമീങ്ങളാണ് ഇറങ്ങി വരുന്നത്. നമ്മളെ ബാക്കിൽ നിന്ന് നമ്മളൊന്ന് വരുത്തിയാല് നമ്മൾ അവരെന്നെ സ്വർഗത്ത് കൊണ്ടുപോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനി കേട്ടോളൂ, അർറൂഹ് എന്ന് പറഞ്ഞാൽ പ്രബലരായ പലരും ഉറപ്പിച്ച് പറഞ്ഞു തഫ്സീർ റൂഹുൽ അമീൻ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ. ഇന്നാണ് ലൈലത്തുൽ ഖദറെങ്കിൽ പുത്തൻതുരുവിൽ ഇന്ന് ജിബ്രീൽ ഈ സദസ്സിൽ ഉണ്ടാവും. അലൈഹിസ്സലാം സദസ്സിൽ ഉണ്ടാവും. ഇൽമിന്റെ സദസ്സിൽ ജിബ്രീൽ ഇസ്ലാം ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാകാം? കാരണം ജിബ്രീൽ ഇസ്ലാമിന്റെ ഡ്യൂട്ടി തന്നെ ഇൽമാണ്. ജിബ്രീൽ ഇസ്ലാമിന്റെ ഡ്യൂട്ടി ഇടിമഴയല്ലല്ലോ. ജിബ്രീൽ ഇസ്ലാമിന്റെ ഡ്യൂട്ടി റൂഹിനെ പഠിക്കലല്ല. ജിബ്രീൽ ഇസ്ലാമിന്റെ ഡ്യൂട്ടി ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിന്റെ ഡ്യൂട്ടി അല്ല, കാളത്തെ താങ്ങലല്ല. ജിബ്രീൽ ഇസ്ലാമിന്റെ ഡ്യൂട്ടി ഇൽമ കൊണ്ടുകൊടുക്കലാണ്. അപ്പൊ ഇൽമിന്റെ സ്ഥലത്ത് ജിബ്രീൽ ഇസ്ലാം ഏതായാലും ഉണ്ടാവും. എങ്കിൽ ഈ സദസ്സിൽ ഇന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ ഉണ്ടാവും. ഈ ബാക്കൊക്കെ പോയിട്ട് അതാ ജിബ്രീൽ എന്ന് പറയാൻ നിൽക്കണ്ടാവും. മനസ്സിലായില്ലേ?
ഇവിടെ ഉണ്ടാവും. ഇന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ ഈ സദസ്സിൽ ജിബീൽ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. ഇത് ഖുർആൻ സാസാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് ജിബീൽ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങണ അറിയങ്ങള്? മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ദ്വാരക്കുകയാണെങ്കിൽ ബാക്ക് ആമീൻ പറയാൻ മുഹമ്മദ് മുസ്തഫ. മാത്രല്ല ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ശരീരം പിടിച്ചിട്ട് ജിബ്രീൽ ആശ്ലേഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി ഒരു കാര്യം കൂടി ഇന്ന് ഞാൻ പറയുന്നുള്ളൂ, എന്നിട്ട് ഇന്ന് പിരിച്ചിടമാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവൻ കൂടി എന്നാണ് പറഞ്ഞാലോ. നിങ്ങൾക്ക് നേരം വൈകിയോ? ഉറങ്ങി തൂങ്ങണ്ടല്ലോ പഠിച്ചോന്. ഉണ്ടാ ഉറങ്ങണ്ട? പറയാ ഉറങ്ങണ്ട അറിയല്ലോ. എപ്പൻ്റെ നോക്കണ്ട. ഓൻ പിന്നെ പകല് രാത്രിയൊക്കെ ഉറങ്ങി കണ്ട നോക്കണ്ട. ഉറങ്ങാത്തവരും ഉറങ്ങണ്ടെന്ന് ഞാൻ ചോദിച്ചത് ഇല്ലല്ലോ. സോറി കേട്ടോ മോനെ, സോറി. അതുകൊണ്ട് ഇപ്പൊ ഉറക്കം പോയി കണ്ടില്ലെങ്കിൽ ചെറിയ പൈതലല്ല, അത് ഉറങ്ങിയിട്ടില്ലെങ്കിലേ പറയേണ്ടുള്ളൂ. പൈതലല്ലേ, ഉറങ്ങിയിട്ടില്ല. ആറ്റുങ്ങളൊക്കെ ഉറങ്ങിക്കോട്ടെ അല്ലേ. അവരൊക്കെ ഉറങ്ങിയാലും മലക്കുകൾ ഇടയിൽ വരുവേ. എങ്ങനെ ഉറങ്ങിയോനെന്ന് വരും? അവരൊക്കെ ഉറങ്ങിയാലും വരും. ചെറിയ കുട്ടികളല്ലേ, അപ്പൊ എന്താ പ്രശ്നം? മോനാ ഉറങ്ങിക്കോളിട്ടാ, ഇറങ്ങിക്കോ. നീ കണ്ട എന്താ ഞാൻ പറഞ്ഞേ? ജിബ്രീൽ അലൈഹിസ്സലാം ശരീരത്തെ പിടിച്ച് ആശ്ലേഷിച്ചാൽ അവനൊരു ലക്ഷണം ഉണ്ടാവും. അവനാണ് പരിശോധിച്ചാലോ. ജിബ്രീൽ അലൈഹിസ്സലാം ശരീരത്തെ ആശ്ലേഷിച്ചാൽ അവന്റെ ലക്ഷണം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അവന്റെ കൽബക്കൊരു കുളിര് കണ്ട് കയറും. മാത്രല്ല കണ്ണിന്ന് വെള്ളറ്റും ചെയ്യും. മുഹമ്മദ് ലൈലത്തുൽ ഖദറില് കരയാൻ എത്ര നോക്കിയിട്ടും കരയാത്തവരൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ഈ വൈക്ക് ജിബ്രീല് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുക. വന്നിട്ടുണ്ട്. അദ്ദുവിന്റെ അടുത്തേക്ക് കുഞ്ഞാമീന്റെ അടുത്തേക്ക് എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അതന്നെ എന്റെ കണക്ക്. ഇനി 26-ന്റെ അന്ന് ഇവിടെ പിന്നെ ബീഫൊക്കെ അറുത്തിട്ട് എല്ലാവർക്കും ചോറ് കൊടുത്തിട്ട് വലിയ പരിപാടിയൊക്കെ ഉണ്ട്. ഏകദേശം 1000-ഓളം ആളുകളുണ്ടാവും. അന്നും കരഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളി, ജിബ്രീൽ അലൈഹിസ്സലാം നമ്മളെ ഏരിയക്ക് എത്തിയില്ല. അന്ന് ഒരു കുറഞ്ഞ നീരെങ്കിലും കൊണ്ട് ചാടും. വന്നൊന്ന് ഇരുന്നോക്കി ഇന്നങ്ങൾക്ക് അറിയാം. ചാടാത്തവർക്കും ചാടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അന്നിന്റെ ബടായും വേളൊന്നുമല്ല, അന്നൊരു സൈക്കോളജിക്കൽ പരിപാടിയാണ്. ആ കരയാൻ എടുക്കുന്ന പരിപാടി തന്നെയാണ്. കഴിഞ്ഞല്ല ഞാൻ വല്ലാണ്ട് തിരിച്ചതാ. കാരണം ചില ആൾക്കാർ നിലംപെട്ട കരച്ചിൽ ആദ്യം തന്നെ തുടങ്ങി. ഞാൻ എത്തണതിന് മുമ്പ് ഓല് കരച്ചിൽമൊക്കെ എത്തി. അപ്പൊ പിന്നെ ഞാൻ കരയാള ആ ഭാഗത്തേക്ക് ഓലിട്ട് പോയാൽ ചിലപ്പം ഇവിടുന്ന് 1-2 മയ്യത്ത് പൊളിപ്പിക്കേണ്ടി വരും. അതോടുകൂടി 26 മുടങ്ങും. അപ്പൊ ഞാൻ മെല്ലെ റൂട്ടാണ് മാറ്റിയതാ. അല്ലെങ്കിൽ പൈമൊന്നും ഒതുങ്ങൂല കഴിഞ്ഞല്ലോ. ചില കുഞ്ഞാമിങ്ങൾ എന്ത് ചെയ്ത്, എനിക്കൊരു എയിം ഉണ്ടായിരുന്നു, ഇന്ന സമയത്താണ് എല്ലാവരും കരയുന്നത്. ഇവർ അതിന്റെ ബന്നെ തുടങ്ങി. എവിടുന്ന് വന്നവരാന്ന് എനിക്കറിയില്ല. നിലം വിട്ട കരച്ചില്. അപ്പൊ ഞാൻ മെല്ലെ വിഷയാണ്ട് വെട്ടിയിട്ട് കാണും മെല്ലെ ഒരു ജ്യൂസ് അടിച്ച് പിരിഞ്ഞതാ. ഇനി മയ്യത്താലും വേണ്ടിയില്ല, കൊല്ലം 1-2 മരിച്ചാലും വേണ്ടിയില്ല. അർച്ചന അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ല മരിക്കണ നമ്മൾ സ്വീപ്പാവും. അതുകൊണ്ടാണ്. ഇല്ല, ഒന്നും അപകടമൊന്നും ഉണ്ടാവില്ല. അപ്പോ 26-ന് എല്ലാരും പോരുന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ആകത്തുക. ഇതൊരു അനൗൺസ് ആണ്. ഇതന്നെ അനൗൺസ് ഉള്ളു. ഇനി വേറെ പബ്ലിസിറ്റി ഒന്നുമില്ല. ഇനി കേട്ടറിഞ്ഞ് മണത്തറിഞ്ഞ് ഉറുമ്പ് കണ്ടില്ല നിങ്ങൾ തേന്റെ അടുത്ത് കൊണ്ട് അനൗൺസ് കൊണ്ടാ അല്ലല്ലോ. പബ്ലിസിറ്റി ഇറക്കിയിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ വരുന്നവര് വരിക ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പള്ള നിറച്ചും ചോറ്, കണ്ണ് നിറച്ചും വെള്ളം. അതന്നെ. ഇപ്പൊ രണ്ടാമത്തെ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ലേ? ഇത് അതുണ്ടെങ്കിൽ തരക്കടില്ല എന്നുള്ളടത്ത് കഴിക്കണം തോന്നുന്നുണ്ട്. രണ്ടാമത്തെ തരക്കടില്ല, പള്ളർച്ചും ചോറ് അല്ലെ. ഇപ്പൊക്കെ പരിപാടി അങ്ങനെയാണ്. ഇപ്പൊ ഈ നോട്ടീസ് കണ്ടില്ല നിങ്ങൾ എല്ലായിടത്തും പല സ്ഥലത്തും പല ബോർഡും വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ ഉണ്ട് ഒരു അങ്ങാടിയിൽ 2 വലിയ ബോർഡുണ്ട്. ഒരു ബോർഡുമേ നോമ്പ് തുറ, പൊറാട്ട, പുട്ട്, നൂൽപുട്ട്, പത്തിരി, ചിക്കൻ, മട്ടൻ, കുട്ടൻ. ഹോട്ടലിൽ വിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ എഴുതിച്ചിട്ടുണ്ട്. അവിടെ എല്ലാരും വായിക്കുന്നുണ്ട്. അതിന് നേരപ്പുറത്തുണ്ട് തസ്ബീഹ് നിസ്കാരം, തറാവി, തൗബ, കൂട്ടക്കരച്ചിൽ. അതാരും വായിക്കാനില്ല. രണ്ടും അടുത്തടുത്താണ്. വായിക്കണ മൊത്തം പൊറാട്ടയും പുട്ടുമാണ്. അതിന്റെ അപ്പുറത്ത് നല്ലത് എഴുതി വെച്ചിട്ടുണ്ട്. തറാവി, വിത്തറ്, കൂട്ടുപ്രാർത്ഥന, കരച്ചില്. അത് വായിക്കാനും ആളില്ല. നൈമലല്ലേ തന്നെ. അത് ഏതാ ഡേറ്റ്? അവിടെ ആരും വായിക്കണില്ല. ഈ പൊറാട്ടമ്മ പുട്ടുമ്മല എല്ലാരും വായന. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
അപ്പൊ സംഗതി തിന്നാൻ നമുക്ക്, പക്ഷെ കളിമന്ന് രക്ഷപ്പെട്ടിട്ട് കാര്യത്തിമൊക്കെ ഒന്നാണ് കയറണം. കണ്ടില്ല നിങ്ങള്? ഇതിങ്ങണ്ട് ഉള്ളിക്കാണ്ട് കയറുക, ഒരൊറ്റ കയറ്റം. അതിലും നിലം വിടുക. 1 മിനിറ്റ് മതി, ഒറ്റ മിനിറ്റ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഒന്ന് പറഞ്ഞേക്ക്, അമീറുൽ മുഅ്മിനീൻ കിസ്റാ ഫിറഖു കൈസറും പനിക്കുന്നതാണ്, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞിട്ടുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീനുമറല്ലോ, ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ എന്ന് മഹാന്മാർ പാടിപ്പുകഴ്ത്തിയ ധീരാ വീരാ വില്ലാളി വീരാ ഉമർ ഇബ്നുൽ ഖത്താബ് പാതിരാവിന്റെ ഉള്ളറയിൽ ഒട്ടകത്തിന്റെ മുകളിൽ കയറി ബാരനീയർ തന്റെ അഭാവത്തിൽ കഷ്ടപ്പെടുന്നു എന്ന് അറിയാൻ നാട് ചുറ്റുന്ന സമയത്തിന് വീട്ടിൽ നിന്ന് സൂറത്ത് തൂറിന്റെ പാരായണം കേൾക്കുകയാണ്. ഓതുന്ന ആൾ ഓതിയിട്ട് ഇന്ന അദാബ റബ്ബിക ലവാഖ മാലഹു മിൻ ദാഫിഅ എന്ന സ്ഥലമെത്തിയപ്പോൾ ധീരതയുടെ പര്യായമായ, മനസ്സിന്റെ കടുകട്ടിയുടെ നിറകുടമായ, ആരുടെ മുമ്പിലും ആരടാ എന്ന് ചോദിച്ചാൽ ഞൊടിയിടയിൽ സടകുടഞ്ഞെഴുന്നേറ്റ് ഞാനടാ എന്ന് പറയാനും ത്രാണിയുള്ള, തന്റെ ഇടമുള്ള, നെഞ്ചുറപ്പുള്ള, ചങ്കുറപ്പുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് ഈ ആയത്തിന്റെ ശകലമങ്ങ് കേട്ടപ്പോൾ താങ്ങാൻ കഴിയാതെ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് തലകറങ്ങി വീഴുകയാ. ഈ ആയത്താണ് കേട്ടപ്പോഴേ ധീരതയുടെ മനുഷ്യരൂപമായ ഉമർ ഇബ്നുൽ ഖത്താബ് ഒട്ടകത്തിന്റെ മുകളിൽ ഈ ആയത്താണ്ട് അടിച്ചപ്പോ തല കറങ്ങിട്ടാണ് പോകുന്നത്. ഒരു മനുഷ്യനും താങ്ങാൻ അടുത്തില്ല. ഉമർ ഖത്താബ് വീണയ്ക്ക് രാത്രിയല്ലേ ഈ ഇരുത്തങ്ങളൊക്കെ ഇരുത്തും. ആ വീടിന്റെ ചുമലക്കുമൊക്കെ മെല്ലാണ് ചാരി. എന്തേ പരിഹാരങ്ങള്? ഒരായത്ത് കേട്ടതാണ്. ഇന്ന തൈക്കീതാണ്, അദാബ റബ്ബിക ലവാഖി, ലാമുൻ തൈക്കീതാണ്. അവർക്ക് ഭാഷ അറിയുന്ന ആളാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാന്റെ ശിക്ഷ, കഠിനമായ ശിക്ഷ നിശ്ചയം വന്നിരിക്കും. വന്നാൽ തടുക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. കൽപ്പം കണ്ട് പൊട്ടി, കാറ്റും കണ്ട് ഞെട്ടി, ഞെട്ടറ്റ് വീണ മാങ്ങയെ പോലെ താഴെക്കരുന്നു ഉരുണ്ടു അമീറുൽ മുഅ്മിനീൻ. വീട്ടുകാരൻ ശബ്ദം കേട്ടപ്പോ വാതിൽ തുറന്നു നോക്കിയപ്പോ നാട് ഭരിക്കണ അമീർ വീടിന്റെ മോന്തായത്തിൽ മോന്തോത്തി വീണ് ചാരിക്കിടക്കാണ്. മൂക്കുമൊക്കെ മണ്ണാണ്. ഈ ആയത്ത് കേട്ടിട്ട് മോന്തോത്തി വീണതാണ്. അയാൾ താങ്ങിയെടുത്ത് ഉമർ ഖത്താബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. ഈ ആയത്ത് കേട്ട പേടിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് പനിച്ചു കിടന്നത് 1 മാസമാണ്. ആ 1 മാസം പള്ളിയിലേക്ക് ജമാഅത്തിന് പോലും പോകാൻ കഴിഞ്ഞില്ല. വഅലമു ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്. ടെൻഷൻ കൂടിയാൽ പനി വരും. അത് തിരിയാത്ത ആൾക്കാർ പറയും ജലദോഷം കൊണ്ടാണ്, മഞ്ഞോണ്ടിട്ടാണ്. ഓൽക്ക് ഇഷ്കും ഹൗഫും എന്താന്ന് മനസ്സിലാണ്ട് അതിന്റെ ശാസ്ത്രം പഠിക്കണ്ട. അതിനാദ്യം പനി വരാനൊന്നും മഞ്ഞുള്ളണ്ട കൂട്ടരെ, അത് കയറാനുള്ള സാധനം കൽപ്പിക്കാണ്ട് കയറിയ താനെ കണ്ട് കുലുങ്ങും മനുഷ്യന്. അതിങ്ങനെ ലൈവ് എടുത്ത് തരണം കിട്ടൂല. ഉള്ളിക്ക് കയറാനുള്ള ഒരു സാധനം ഉണ്ട്, കയറിയ കിട്ടണതിന്റെ പേരാണ് ഈ ഹൗഫ്. ഇഷ്കു ഉള്ളിൽ കയറിയ 2 കയറിയാലും പനി വരും. ആർക്കും തിരിയില്ല. അത് താനെ പിന്നാണ് പോവുകയും ചെയ്യും. അപ്പനിയൊക്കെ അള്ളാഹു നമുക്ക് തരട്ടെ. അത് നല്ലതാ. അപ്പനി അള്ളാഹു നമുക്ക് തരട്ടെ. അത് തിരിയാത്ത ആൾക്കാർ നട്ടം തിരിയും. ഓലിങ്ങനെ പല വ്യാഖ്യാനം പറയും. അത്രേ ഉള്ളൂ. ഈ ആയത്ത് കേട്ടിട്ട് ഉമർ ഖത്താബ് പേടിച്ച് പനിച്ചിട്ട് ഈ ആയത്ത് തലക്കടിച്ചിട്ട് ഹൃദയം മുരുകി പനിച്ചത് 1 മാസമാണ്. ആ 1 മാസം നടക്കാൻ പോലും കഴിഞ്ഞില്ല. ഹൗഫും ഇഷ്കും കയറിയ ആൾക്കാർക്ക് നടക്കാൻ കഴിയില്ല. അല്ലാത്തൊരു കയ്യും വീശി നടക്കും. വേറെ ഉള്ളവർ കളിയാക്കിയിട്ട് കാര്യമില്ല. അത് ഹാലിൽ മറ്റുള്ളവർ നോക്കണം. അപ്പോഴേ അറിയും. നിങ്ങളുടെ കയറാനുള്ള കാര്യം, സാധനം കയറിയ ശരീരമാണ് തളരി പിടുത്തം വിടും. പിന്നെ LKG കുട്ടിയോ നിലം വിട്ട് കാര്യം. അത് കളിയാക്കിയിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മുടെ കൽബൊന്ന് തുറന്നേറ്റ്. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഈ ലൈലത്തുൽ ഖദറിലെങ്കിലും പ്രിയപ്പെട്ടവരെ ഇന്ന് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഉറങ്ങല്ലേ. ഇന്ന്
അത് മുത്തനബി അലിയാർക്ക് സ്പെഷ്യലായി കൊടുത്ത സമ്മാനമാണ്. അലിയാർ ആരെയാരെ നിങ്ങളെ റസൂലുള്ളാഹിന്റെ സ്വന്തമാണ്. മദീനയിലെത്തിയപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളിൽ ഓരോ ആളുകൾക്ക് മുഹാജിരിങ്ങൾക്ക് അൻസാരികളെ സ്നേഹിതന്മാരായി കൊടുത്ത്, അൻസാരികളിൽ ഒരാളങ്ങൾ എടുക്കും, മുഹാജിരികൾ ഒരാളങ്ങൾ എടുക്കും, നിങ്ങൾ രണ്ടാളിഞ്ഞ് ഒന്നാന്ന് പറയും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചു മുഹമ്മദ് മുസ്തഫ. അലിയാർ കാര്യം കൊടുക്കണില്ല, അലിയാർ മുഹാജിറല്ലേ, ഒരാളും കൊടുക്കണില്ല. അപ്പൊ അലിയാർ കരഞ്ഞോണ്ട് മുത്തനബിയെ എല്ലാവർക്കും അൻസാരികളിൽ നിന്ന് ഓരോ സുഹൃത്തുക്കളെ കിട്ടി, എനിക്കാരും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മുത്തനബി പറഞ്ഞ് എൻ്റെ സുഹൃത്ത് ഞാൻ തന്നെയല്ല അലിയെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ അലിയാർക്ക് കൊടുത്ത സമ്മാനാണ്. എനിക്ക് സ്പെഷ്യലായിട്ട് വല്ലതും ചെല്ലാൻ തരുന്ന പറഞ്ഞപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ അധികരിപ്പിച്ചോന്ന് മുഹമ്മദ് മുസ്തഫ. അലിയാർ പറഞ്ഞു അതെ എല്ലാരും ചൊല്ലി അടക്കണല്ലേ, നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ രണ്ടാളും ഒന്നല്ല, അപ്പൊ എനിക്ക് സ്പെഷ്യലാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. അലിയെ എനിക്ക് എന്തിന്റെ കാറ്റാന്ന് വെച്ച് ഈ കലിമെടുത്തിട്ട് ഒരു തട്ടിലും ലോകത്തുള്ള മറ്റെല്ലായിടത്തിട്ട് മറ്റേ തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുള്ള തട്ടാണ് കനം കൊണ്ട് കൂടുക എന്ന്, മികക്കുക എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഇനി ഞാൻ ഒന്ന് പറയാ, നേരം വയ്ക്കോ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് ഒരു വട്ടം ചൊല്ലിയാൽ 3 ഗുണമാണെന്ന് ഇസ്മായിലുൽ മഹാന ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒറ്റ വട്ടം മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ 3 ഗുണം. ഏതാ 3 ഗുണം? 1 ദോഷങ്ങളൊക്കെ പൊറുക്കും, 2 നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, 3 മരിച്ചാൽ ഉടനെ സ്വർഗത്ത് പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒറ്റവട്ടം ഒറ്റവട്ടം. അപ്പൊ 100 വട്ടം പറഞ്ഞാൽ പിന്നെ അതിൽ സംശയിക്കുന്നതിന് വിട്ടിയല്ലേ. അപ്പൊ ഇന്ന് രാത്രി കിടക്കണതിന് മുമ്പ് എന്ത് ചെയ്തോളി, ഒരു ഒറ്റവട്ടം. നിങ്ങളും ഇങ്ങനെ തന്നെ ആൾക്കൂട്ടിയത് ഒറ്റവട്ടം, ഒരു 10 വട്ടെങ്കിലും അല്ലെ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു 100 വട്ടെങ്കിലും മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് കിടന്നോളി, ഒരു കുഴപ്പമില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 26 അന്ന് ആരും ഉറങ്ങാതെ കണ്ട് പോരും ചെയ്യും. ഇന്ന് വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോളി. പക്ഷെ അതൊക്കെ ചൊല്ലി പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ഖുർആനൊക്കെ ഓതിയിട്ടൊന്നോ ഒന്നാണ് കിടക്കുക. ഏറ്റവും നല്ലത് എന്താന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ തൽക്കാലം ഇത് ചെയ്യാം. ഒരു 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് വീട്ടിൽ കിടക്കുക. ഞാനും ശ്രമിക്കാം, ഞാനും പെട്ടെന്ന് ഉറങ്ങൂല ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ തമസ്സുഖു സുന്നന്റെ പരിപാടി എന്ന് പറഞ്ഞാല്, തമസ്സുഖു സുന്ന ഇവിടെ ചെറുപ്പക്കാർക്ക് വേണ്ടി എല്ലാരും കൂടി കൂടിയിട്ട് കമ്മിറ്റിയൊക്കെ അടങ്ങിയിട്ടുണ്ടാക്കിയ ഒരു ദീനീ ദഅവാവിങ്ങാണ്. അപ്പൊ അത് കഴിഞ്ഞ വർഷം തന്നെ 4 പരിപാടി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാനും ഇതിന് ആവേശം കൊടുത്തിട്ടില്ല. അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒറ്റ പരിപാടിയാക്കി ചുരുക്കിയതാണ്. അത് നാളെ അസറിന്റെ ശേഷമാണ്. അസർ മുതൽ മഗ്‌രിബ് വരെ. മഗ്‌രിബ് ആണ്ട് വാങ്ങി കൊടുത്താൽ പിന്നെ നോമ്പറക്കാനുള്ള സാധനങ്ങൾ വേറെ നിറയെ അല്ലെ, അങ്ങനെ തന്നെ അല്ലേ? അതെ ഇച്ചീച്ചിയ നിറയെ തള്ളാര് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇച്ചീച്ചി എന്നിട്ടാ. അല്ല ഞാൻ ഈ തെറാവിന് ശേഷം ക്ലാസ് എടുക്കണേൽ ഭാഷ ഒന്നും നോക്കലില്ല. അത് നമ്മൾ കൊലായ്മ സംസാരിക്കണായിട്ട് സംസാരിക്കല. എന്താ വെച്ചാൽ ഇത് ഓരോ അമലിങ്ങനെ പറഞ്ഞുതരാം. പ്രസംഗത്തിന് ചൊറുക്കൊന്നും ഞാൻ കൂട്ടലില്ല. അറിയാതെ ചിലപ്പോൾ നീട്ടിന്ന് വരും മാത്രം. ഭാഷ നന്നാക്കാൻ നോക്കലില്ല. അതിനാ ഇച്ചീച്ചി എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ വേറെ എന്നറിയാൻ തരൂലേ? ഇല്ലെങ്കിൽ നാളെ റിയാസിന്റെ ബാക്കിൽ കോളറായിരിക്കും പിടിക്കുക. ആയിക്കോട്ടെ. അപ്പൊ റിയാസ് പറഞ്ഞ് വേറെ നിറയെ എല്ലാവർക്കും ഭക്ഷണം തരുന്ന പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇഫ്താർ സംഘമായിട്ടാണ് ഉള്ളത്. ദ്വാരന്ന് പിരിയും ചെയ്യുക. എല്ലാവരും വരേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളെ കൊണ്ടുവരുത്തിട്ട് ആണുങ്ങളും നമ്മളെ ബയാനികളെ വക ഫുഡ്, പിന്നെ തമസ്സുഖു സുന്നന്റെ വകയും പിന്നെ ഫ്രൂട്ട്സ് നമ്മളെ ബയാനികളെ വക. ഏറെക്കുറെ അവരെന്നെ തിന്നോളൂ. എന്നാലും അൽഹംദുലില്ലാ ഓല വകയാണ് അൽഹംദുലില്ലാ. അതിൽ പങ്കെടുത്ത എല്ലാ മുത്താലിമീങ്ങൾക്കും അള്ളാഹു നാഫിയ ഇൽമു പ്രദാനം ചെയ്യട്ടെ. പിന്നെ അത് എന്ത് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 11 സ്വലാത്ത് എല്ലാരും കൂടി ചൊല്ലിക്കേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد الله പാവങ്ങളായ അടിയങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ് 23 ലൈലത്തുൽ ഖദറാണോ അല്ലേ ഞങ്ങൾക്കറിയില്ല പല പണ്ഡിതന്മാരും ആണെന്ന് പറയുന്നു ആണെങ്കിലും അല്ലെങ്കിലും ഈ രാത്രിയിലെ രക്ഷപ്പെട്ട പട്ടികയിൽ പെടുത്തണേ അല്ലാഹ് ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ശിർക്ക് കുഫ്ർ നിഫാഖ് റിയാ റുസൂജ് അദാവത്ത് ശഹവത്ത് ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് പരസ്യത്തെക്കാൾ രഹസ്യം സംശുദ്ധമാക്കണേ അല്ലാഹ് ഏത് സാഹചര്യങ്ങളിലും തോന്നിവാസ പടുകുഴിയിൽ വീഴ്ത്തല്ല അല്ലാഹ് നിന്റെ നിരീക്ഷണ ക്യാമറയെ പേടിച്ചുകൊണ്ട് ജീവിത ജാഗ്രതയ്ക്ക് ഈ രാവുകളിൽ പാകപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ശരീരങ്ങളിൽ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന വെറുപ്പാകുന്ന രോഗാണുക്കളെയോ രോഗങ്ങളെയോ തരല്ല അല്ലാഹ് ഞങ്ങളുടെ ഹയാത്തിൽ മറ്റുള്ളവർക്ക് നീ ഭാരമുണ്ടാക്കല്ല അല്ലാഹ് മറ്റുള്ളവരെ ഞങ്ങൾക്ക് നീ ഭാരമാക്കല്ല അല്ലാഹ് അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നീ മാനം കെടുത്തല്ല അല്ലാഹ് മാനക്കേടിലാക്കല്ല അല്ലാഹ് നാണക്കേടിലാക്കല്ല അല്ലാഹ് മാതാപിതാക്കളുടെ ഗുരുവര്യന്മാരുടെ ഗുരുത്വപൊരുത്തമുള്ള മക്കളും ശിഷ്യരുമാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട് ഇതൊക്കെ പറയാൻ കാരണക്കാരായത് ഉസ്താദുമാരാണ് പ്രത്യേകിച്ച് എനിക്ക് എന്റെ ഗുരുവര്യരായ മുഹമ്മദ് മാക്കവി പൂക്കോട്ടൂര് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് അമ്മിക്കുട്ടി ഹസ്രത്ത് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് വാളിന് പഠിപ്പിച്ചത് കൊണ്ടു നടന്ന് സ്നേഹിച്ചുകൊണ്ട് ലാളിച്ചും ശക്തമായി ശിക്ഷിച്ചും വളർത്താൻ വേണ്ടി പാടുപെട്ട മഹാനായ പൂക്കോട്ടൂർ ഉസ്താദ് അല്ലാഹുവേ അവരുടെ തദ്രീസിലും തഗ്ലീഫിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് അവരുടെ മഹബത്തുള്ളവരിൽ പെടുത്തണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഉസ്താദുമാർക്ക് പിടിച്ചാ കിട്ടാത്ത ശിഷ്യരാക്കല്ല അല്ലാഹ് അല്ലാഹുവേ വിനയാനിതരായി ഭൂമിയിൽ ജീവിക്കാൻ നിന്റെ അടുക്കൽ മഹാന്മാരാകുന്നവരിൽ പട്ടികയിൽ പെടാനുള്ള വാതിലുകൾ തുറന്നു തരണേ അല്ലാഹ് അതിന് ഹൃദയത്തിൽ തഖ്വയുടെ സൗന്ദര്യം നൽകണേ അല്ലാഹ് ഇഖ്ലാസ് നൽകണേ അല്ലാഹ് റമളാൻ വന്നിട്ട് അവസാന 10 ജീവിക്കാൻ ഈ ആയുസ് തന്നിട്ട് സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു തന്നിട്ട് നരകത്തിന്റെ വാതിലുകളൊക്കെ നീ തന്നെ അടച്ചിട്ട് ശൈത്താന്മാരെ നീ തന്നെ ചങ്ങലയിൽ വലിച്ചു കെട്ടിയിട്ട് എന്നിട്ടും ഒന്ന് ഹൃദയം പടഞ്ഞ് നിന്നോർത്ത് കരയാൻ കൽബ് കടുത്തവരിൽ പെടുത്തല്ല അല്ലാഹ് ഒന്ന് കരയാൻ കഴിയാതെ കൽബ് കടുത്തുപോയവരിൽ പെടുത്തല്ല അല്ലാഹ് അല്ലാഹുവേ ചില ആളുകൾക്ക് കണ്ണീര് വന്നില്ല എന്ന് വന്നേക്കാം അങ്ങനെയുള്ള ഔലിയാക്കൾ തന്നെയുണ്ട് എന്നാലും കരച്ചിലിന്റെ അടിസ്ഥാനം ഹൃദയത്തിന്റെ വിതുമ്പലാണല്ലോ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും എന്നല്ലേ ആ വജില് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് അല്ലാഹുവേ
ദുനിയാവ് ഞങ്ങൾക്കൊന്ന് ചെറുതാക്കി തരണേ അല്ലാ. എന്നാൽ അതിന്റെ പേരിൽ അന്യരോട് കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് നൽകല്ല അല്ലാ. ദീനിന് വേണ്ടി ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നവരുണ്ട്, അതിൽ കച്ചവടക്കാരുണ്ട്, ആലിമീങ്ങളുണ്ട്, മുത്തല്ലിമീങ്ങളുണ്ട്. അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഓടി നടക്കുന്നതിനിടയിൽ പേഴ്സണൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലാതെയോ അല്ലെങ്കിൽ മണ്ടയില്ലാതെയോ വരുമ്പോൾ ഇടപെട്ടുകൊണ്ട് കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ചേർന്ന് നിന്ന് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം തരുന്നവരുണ്ട്. അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് അന്തസ്സോടെ നൽകണയല്ലോ. ദീനീ ദഅവത്തിന് താങ്ങും തണലുമായ ഭാരവാഹികളുണ്ട്, അതിനെ സഹായിക്കുന്നവരുണ്ട്. ദഅവത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരുടെ അരികിൽ നിന്ന് ഒരുപാട് വാങ്ങണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ചോദിച്ചില്ലേ അതിനൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ. എത്ര ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ഈ മാസം തന്നെ നോമ്പ് തുറ സംഘടിപ്പിച്ചവർ, നോമ്പ് തുറന്നവര്, വാള് പറഞ്ഞവര്, എത്ര പേര് മരിച്ചുപോയി. ഞങ്ങളെ നീ പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ. ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ല അല്ലാ. അപകട മരണത്തിൽ പെടുത്തല്ല അല്ലാ. മരിക്കുന്നത് നല്ല ദിവസം നല്ല സ്ഥലത്ത് നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആരുടെയും സഹായമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സ്ഫുടമായി പതറാതെ പറഞ്ഞ് സ്വർഗം കൊണ്ട് ചിരിച്ച് മരിക്കാൻ അവസരം നൽകണേ അല്ലാ. അത് മദീനയിലാക്കി തരണേ അല്ലാ. അല്ലെങ്കിൽ ഞങ്ങൾ കിടക്കുന്ന ഖബർ മദീനയുടെ വെളിച്ചവും തെളിച്ചവും സുഗന്ധവുമുള്ള ഖബറുകളാക്കണേ അല്ലാ. മദ്ഹ് പറഞ്ഞിട്ട് ആഗ്രഹം തീർന്നിട്ടില്ല, അതിനുള്ള ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ. അതിന് ഞങ്ങളെ പിൻഗാമികളെ നീ ഉണ്ടാക്കി തരണേ അല്ലാ. മക്കളിൽ നിന്നും ശിഷ്യരിൽ നിന്നും മദ്ഹ് പറയുന്ന ദർസ് നടത്തുന്ന പിൻഗാമികളെ തരണേ അല്ലാ. അല്ലാഹുവേ, ഭക്ഷണം നൽകിയിരുന്ന ഉമ്മമാര് ഖബറിലാണ്, തുണിയും കുപ്പായം വാങ്ങിത്തന്ന വാപ്പയില്ല ഖബറിലാണ്. ഞങ്ങളൊക്കെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മക്കളാണ്. എന്റെ ഉസ്താദിന്റെയും ബാപ്പയും ഉമ്മയും ഖബറിലാണ്. എല്ലാവർക്കും ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. ഇന്ന് ലൈലത്തുൽ ഖദറാണെങ്കിൽ അതിന്റെ ഹല്ല് ഈ പാവങ്ങൾക്ക് നൽകണേ അല്ലാ. തടയല്ല അല്ലാ, ദൂരത്താക്കല്ല അല്ലാ, ആട്ടിമാറ്റല്ല അല്ലാ, മാറ്റി നിർത്തല്ല അല്ലാ, ചേർത്തി നിർത്തണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاء وصية السلام عليكم ورحمة الله وبركاته.